ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ സൈക്കോ മുൻഷി ആൻഡ് ഹിസ് ഫാമിലിയെക്കുറിച്ച് കുറ്റം പറയാനാണ് വന്നിരിക്കുന്നത്. ചെറുപ്പത്തിൽ എൻ്റെ ഫേവറേറ്റ് മൂവിയായിരുന്നു. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നോ എത്രത്തോളം ചിരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് വരെ ഒരു ഐഡിയ ഇല്ലാത്ത അത്രയധികം ഫേവറേറ്റ് ആയൊരു മൂവി. മുൻഷിയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ 4 മക്കളാണ്. ഒന്ന് കൃഷ്ണകുമാർ, ഗോപകുമാർ, നന്ദകുമാർ ആൻഡ് ചന്തു ഓർ ചന്ദ്രു. ആൻഡ് ഇവരുടെ 3 മരുമക്കൾ, അതായത് ഭാര്യമാർ. അതിപ്പോൾ വലിയ കൗസല്യ ആൻഡ് ഇന്ദുമതി. ഓക്കെ, ഇവർ 3 പേര്. പിന്നെ ചന്ദ്രുവിനൊരു കാമുകി അപ്പുറത്ത് മുറപ്പെണ്ണുണ്ട്, ദാറ്റ് ഈസ് ആശ. അപ്പോൾ ഇവരാണ് അവർ പ്രധാനമായിട്ട് പറയേണ്ടത്. ഇതിലുള്ള മുൻഷിയുടെ മരിച്ചുപോയ ഭാര്യയുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട് ഇതിൽ. അല്ല, ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ കോമഡി ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും ആളൊരു തനി ഞരമ്പനാണ്. ഞരമ്പത്തരൊക്കെ കോമഡി ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് അത്രയും പ്രായമുള്ള ആൾ കുളക്കടവിൽ നിന്ന് ആ പ്രായത്തിലും പിടിച്ചു എന്നൊക്കെ പറയുന്നത് ഈസ് ലൈക്ക് ഭയങ്കര എനിവേ ആ ലെവലിൽ ഞരമ്പ് രോഗിയാണ് ഇവിടുത്തെ ആസ്ഥാനം മുതിർന്ന ആൾ. അതിന് ശേഷമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഈ മക്കൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് മക്കളും ഉണ്ട്. ഒരാൾക്ക് മൂത്താക്ക് 5, ബാക്കിയുള്ളവർക്ക് 2 വീതം മക്കളുണ്ട്. ഇവരൊക്കെയാണ് ആ വീട്ടിൽ. ചന്ദ്രു കല്യാണം കഴിച്ചാൽ ചന്ദ്രു കോളേജിൽ പോവുകയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് അതിൽ പരാമർശിക്കപ്പെടുന്നത്. ആദ്യമായിട്ട് നമുക്കിതിൽ നോർമൽ അല്ലെങ്കിൽ കുറച്ച് മര്യാദ അല്ലെങ്കിൽ മാന്യത എന്നൊക്കെ പറയുന്ന ആൾക്കാർ അത് ക്യാരക്ടർ എന്ന് നമുക്ക് പറയാം. ഒന്ന് യമുന റാണിയുടെ മാനേജറായിട്ടുള്ള ജോസ് പെല്ലിശ്ശേരിയുടെ ക്യാരക്ടർ. സെക്കൻഡ്, ഒരു സീനിൽ മാത്രം വരുന്ന യമുന റാണിയുടെ ആയ. ബിക്കോസ് ഒരു സീനേ ഉള്ളെങ്കിലും മൂന്നാമത്തെ ക്യാരക്ടറാണ് ഇടിവെട്ട് ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടറാണ്. ഇന്ദ്രജിത്ത് തന്നെയാണ് തോന്നുന്നത്. സോ ഇടിവെട്ട് സുഗുണനാണ് എനിക്ക് കൂടുതൽ ഓർമ്മ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇടിവെട്ട് ഇന്ദ്രജിത്ത്, ഐ മീൻ ജഗദീഷിൻ്റെ ക്യാരക്ടർ ആൾ കുറച്ച് ഓവറായിട്ടാണ് ഞാൻ ക്യാരക്ടറിനെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലെല്ലാം ഓവറാണ്. പക്ഷേ ആളുടെ കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഡ്യൂട്ടി അതൊക്കെ കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് കൃത്യമായിട്ട് അവെയറായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഈ 3 പേരാണ് ഇതിൽ നോർമലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർ. വേറെ ഒരു മനുഷ്യനില്ല. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടാറ് കുഴപ്പമാണ്. അപ്പോൾ നമുക്കിനി കുഴപ്പങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ സിനിമയിൽ ഇഷ്ടം പോലെ സ്ത്രീ വിരുദ്ധത, കുടുംബ വിരുദ്ധത, പണവിരുദ്ധത, ആഗ്രഹവിരുദ്ധത തുടങ്ങിയ ഒരുപാട് വിരുദ്ധതകളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. എല്ലാ ടോക്സിറ്റിയും നമ്മൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് വെച്ചിട്ട് തരുകയാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ കുറിച്ച് പേഴ്സണലി പറയാം. ബിക്കോസ് നമുക്ക് ഇവർക്കുള്ള ടോക്സിസിറ്റിയെ കുറിച്ച് ആദ്യം പറയേണ്ടതുണ്ടല്ലോ. നമുക്ക് ഇതിലെ 3 നാത്തൂന്മാരെ കുറിച്ച് പറയാം. 3 നാത്തൂന്മാർ കൗസല്യ, ആനന്ദവല്ലി ആൻഡ് ഇന്ദുമതി. ഈ 3 പേരും. ഈ 3 പേര് ഇവർക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം ഇച്ചിരി കുറവാണ്. പിന്നെ ഇവർക്ക് കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം തീരെ ഇല്ല. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദ, മാനേഴ്സ് എന്നൊക്കെ പറയുന്ന സാധനം അവർക്ക് 7 അയലത്ത് പോയിട്ടില്ല. ഇതാണ് 3 ഓക്കെ. അത് വിദ്യാഭ്യാസമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് മാനേഴ്സിനെ കണക്കാക്കാം. ഇനി ഇവർക്കുള്ള കാര്യങ്ങൾ അസൂയ, പൊങ്ങച്ചം, സെൽഫിഷ്നെസ് അങ്ങേയറ്റം, ഇൻസെക്യൂരിറ്റി, ആർത്തി അഥവാ ആക്രാന്തം, പിന്നെന്താ, പിന്നെ വേണമെങ്കിൽ പാര വെക്കാം. പിന്നെ ബാക്കിയുള്ളവർ മോശം, അവരുടെ ലൈഫിൽ പ്രശ്നം വരുമ്പോൾ ഹഹ എന്ന് പറയുന്നൊരു ഫീൽ വരിക. സെൽഫിഷാണ്. പിന്നെ എന്താ പറയുക, ഒരു സിമ്പതി ഒന്നും ഇല്ലായ്മ. ഇതൊക്കെയാണ് ഇവരുടെ ക്വാളിറ്റീസ്. ഇത് നമുക്ക് ഓരോരുത്തരെയായിട്ട് പറയും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് തീരെ ഒരിക്കലും ന്യായീകരിക്കാൻ തോന്നാത്തൊരു ക്യാരക്ടറാണ് കൗസല്യ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ ഹസ്ബൻഡിനെ അഥവാ നന്ദേട്ടനല്ലേ, യെസ്, നന്ദേട്ടനെ വരച്ച വരയിൽ നിർത്തിക്കും എന്നൊക്കെ പറയും. എന്നിട്ട് ഒരു ഇതിൽ പറയുന്നുണ്ട്, അതായത് കടക്കെ മൂത്ത് നിൽക്കുക കാണുമ്പം പെണ്ണുങ്ങളങ്ങനെ പലതും പറയും. അപ്പോൾ അതൊക്കെ കേട്ട് തുള്ളുന്ന നിങ്ങളെ വേണം പറയാൻ. ലൈക്ക് എൻ്റെ വാക്കിനൊരു വിലയില്ലാതെ സ്വയം പറയുന്ന തരത്തിൽ ആ ലെവലൊരു സെൽഫ് റെസ്പെക്റ്റോ അല്ലെങ്കിൽ അവനവരൊരു വാല്യൂ പോലും ഇല്ലാത്തൊരു മനുഷ്യനാണിത്. ഈ മനുഷ്യൻ, ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ വയസ്സ് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ യമുന റാണി വീട്ടിൽ വരുമ്പോൾ സ്വന്തം 3 മക്കളെ എടുത്ത് റൂമിൽ പൂട്ടിയിടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ പിള്ളേർ ഇവരുടെ മുമ്പിൽ വരുന്ന സമയത്ത് ഇത് അനാഥ പിള്ളേരാണെന്ന് ആ പിള്ളേരുടെ മുമ്പെന്ന് പറയും. ഇത്ര ഒരു നിർവികാരം നല്ല ഒരു മര്യാദ എന്താ അതിനെ പറയുക, അങ്ങനെ ആ ഒരു സാധനം ഇല്ലാത്ത മനുഷ്യനാണത്. അതായത് അവരൊരു അമ്മയാണ്, അവരുടെ സ്വന്തം മക്കളെയാണ് പറയുന്നത്. ആ പിള്ളേർ എൻ്റെ ആരുമല്ല, അങ്ങനത്തെ ഒരു മമത പോലും ഇല്ലാത്തൊരു മനുഷ്യൻ. അതാണ് കൗസല്യ. സോ ഇവരതിന് ശേഷം ഇവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനൊന്നും ഇത് വെച്ചിട്ട് ഇതൊരു കോമഡി ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് കോമഡി ആവുന്നത്, ഇത് അഭിനയിച്ച ആളെക്കാൾ എനിക്ക് തോന്നുന്നു ഇത് എഴുതിയ ആളുടെയൊക്കെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത്
പിള്ളേർക്ക് അങ്ങനെ ഒരു വാല്യൂ ഒന്നും ഇല്ലല്ലോ. പിള്ളേർ മനുഷ്യരാണ്, ഇൻഡിവിജ്വലാണ്, അങ്ങനെയൊന്നും കണക്കാക്കാത്തൊരു കാലത്ത് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. നല്ല കാര്യം. പക്ഷേ ഇതൊരു കോമഡിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നില്ല. ഇനി രണ്ടാമത്തെ ആളാണ് ആനന്ദവല്ലി. ആനന്ദവല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദവല്ലി കൃഷ്ണകുമാറിൻ്റെ വൈഫാണ്. അപ്പോൾ ആനന്ദവല്ലിക്ക് ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം എന്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാനേഴ്സില്ലായ്മയൊക്കെ കാണുമ്പോൾ ബാക്കി രണ്ട് നാത്തുമാരുടെ മാനേഴ്സില്ലായ്മയൊക്കെ കുറച്ച് പുച്ഛമൊക്കെ ഉണ്ട്. ഈ പുച്ഛത്തിനേക്കാളും ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ന്യായമാണ്. ലൈക്ക് ഇവർ പറയുന്നുണ്ട് ഭർത്താക്കന്മാർ പുറത്തു പോയും ഫിലിം കാണുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കഷ്ടപ്പെടുകയാണ്, നമുക്കൊരു ബേസിക്കലി ഒരു മിക്സിയോ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മുടെ വർക്കിന് ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം പോലും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പരാതിയൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ വളരെ ലോജിക്കായിട്ട് പറയുന്നുണ്ട്. ഈ ക്യാരക്ടറിന് ഏറ്റവും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇപ്പോൾ നമ്മുടെ ലൈഫ് കോഞ്ഞാട്ടി ആയില്ല എന്നുള്ള ആശ്വാസനപ്പുറത്ത് ബാക്കിയുള്ള ലൈഫ് കോഞ്ഞാട്ടി ആയെന്ന് കാണുമ്പോൾ ഇവർക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്, ലൈക്ക് എന്ന് പറയുന്ന സാധനം. അത് ഭയങ്കര എന്താ പറയുക, അതിനെ അസൂയ എന്നല്ല, എന്നൊരു ദുഷ്ടത്തരം എന്ന് പറയില്ലേ, ആ സാധനം ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആനന്ദവല്ലി എന്ന് പറയുന്നത്. ഇതിൽ മൂന്നാമത്തെ ആൾ ഇന്ദുമതിയാണ്. ഇന്ദുമതി എനിക്ക് തോന്നുന്നു ഉള്ളതിൽ കുറച്ച് അവർക്ക് തീരെ ബുദ്ധിയില്ല, അല്ലെങ്കിൽ അവർക്ക് തീരെ കോമൺ സെൻസ് ഇല്ല എന്നുള്ള രീതിയിൽ വളരെ മണ്ടിയാണെന്നുള്ള രീതിയിലാണ് ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചേക്കുന്നത്. അവർക്ക് കുറച്ച് ബോധക്കേടുണ്ട് എന്നതിലപ്പുറത്ത് അവർ ഇത്രയധികം ദുഷ്ടയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആ ക്യാരക്ടർ കണ്ടപ്പോൾ. പക്ഷേ ഇവരെ കൊണ്ട് കോമഡി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓവറായിട്ടുള്ള ഊളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആനന്ദവല്ലി ചിലപ്പോൾ കൂടി ഈ ഹസ്ബൻഡ്സ് ഇവർ കടത്തിലൊക്കെ കയറുമ്പം നിങ്ങളെ പ്രശ്നം വേണമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾ സോൾവ് ചെയ്തോളൂ രീതി പറയുമ്പോഴും ഇന്ദുമതിക്ക് അത്രയധികം ഇല്ല. ഇന്ദുമതിക്ക് അങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. അതായത് ഇവരുടെ ബേസിക്കലി ഇവർക്ക് കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം വെച്ചാൽ ഇവരാണ് ഒരു പ്രശ്നത്തിലേക്ക് അവർ തള്ളിവിടുന്നത്. ആ പ്രശ്നം ഇവർക്കും കൂടി ഉള്ളതാണ്. വീട്ടിൽ കടം വരികയും സാധനങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് പോകാൻ വരികയും ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി ബേസിക്കലി എന്താ ചെയ്യുക, എന്ത് ചെയ്യാമെന്ന് ഒരുമിച്ചിരുന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾ പറഞ്ഞാൽ പലതും പറയും എന്ന രീതിയിൽ ഒരു ഇറസ്പോൺസിബിളായിട്ടുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. സോ ഇവർ മാത്രം ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇവർ അത്രക്കൊക്കെ ശരിയാണെന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ മുൻഷിയുടെ മക്കളെക്കുറിച്ച് പറയണം. അതായത് മൊത്തത്തിൽ 4 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 4 മക്കൾ നമുക്ക് ആദ്യത്തെ 3 കല്യാണം കഴിച്ച മക്കളെക്കുറിച്ച് പറയാം. 4ാമത്തെ മകനെക്കുറിച്ച് നമുക്ക് പിന്നെയും പറയാനുണ്ട്. ഈ 3 മക്കൾക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് 4 മക്കൾക്കുണ്ട് കേട്ടോ, പാരവെപ്പ്. വേറെയൊക്കെ പ്രശ്നം കാണുമ്പോൾ ആ പ്രശ്നത്തിൽ കൂടുതൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി നടക്കണ പരിപാടി. ഇനി പ്രശ്നമില്ലെങ്കിൽ പ്രശ്നം എന്തെങ്കിലും ആക്കിയിട്ട് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ മറ്റൊരാളെ തലയിലേക്ക് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ. ഇവരൊക്കെയാണ് ഈ 4 മക്കളും. 4 മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഒന്നാമത്തെ മനുഷ്യൻ അവൻ്റെ അയാളുടെ ഫാമിലി ലൈഫിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് തലേന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു കാര്യമില്ലാതെ ഒരു കാര്യം തെറ്റും ചെയ്യാത്ത അനിയൻ്റെ തലയിലേക്ക് അതങ്ങ് എടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് ഈ അനിയൻ തിരിച്ചിട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ ഇവർക്ക് മറ്റേ 3ാമത്തെ ആൾ ഒരു പ്രശ്നമില്ലാതിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പ് നടത്തിയെന്ന് വിചാരിക്കാം. എന്നിട്ട് ഇവർ 3ാമത്തെ ആൾ സമാധാനത്തിലിരിക്കുന്നത് കാണുമ്പോൾ അയാൾക്കിട്ടിട്ട് മറുപാരയല്ല വൻപാര വീണ്ടും കൊടുക്കും. അയാളുടെ ലൈഫും കോഞ്ഞാട്ടയാക്കും. ഈ കോഞ്ഞാട്ടയാക്കുന്നതായിരുന്നില്ല പ്രശ്നം, ഇത് വേറൊരു സ്ത്രീയുമായിട്ടാണ് ഇവരെ ബന്ധിപ്പിച്ച് അവർ കിസ് ചെയ്യുന്നു, അവർ കെട്ടിപ്പിടിക്കുന്നു, അവർ സാധനങ്ങൾ വാങ്ങി ഊറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സ്ത്രീയെ വളരെ അപമാനിച്ചുകൊണ്ടാണ് ഇവരുടെ ലൈഫ് സേവ് ആക്കാൻ വേണ്ടി ഇമ്മാതിരി പണിയെടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊറ്റൽ. അതായത് ഇപ്പം എൻ്റെ ഏട്ടനാണ്, അപ്പോൾ ആ ഏട്ടൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഊറ്റാം. ഡയറക്റ്റ്ലി ഞാൻ പറയില്ല, ഞാനിങ്ങനെ പുറകെ നിന്നിട്ട് ഊറ്റും. അതായത് സത്യസന്ധത 7 അയലത്ത് പോയിട്ടില്ല. ഒരു ബാറിൽ പോയിട്ട് 3 പേർ ഒരുമിച്ച് കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അത് ചെയ്യാതെ ഏട്ടനോട് പറയേണ്ട, ആ ഏട്ടൻ്റെ പൈസയിൽ അക്കൗണ്ടിൽ കയറിയിട്ട് ഇവർ പോയിട്ട് വെള്ളം അടിക്കുകയാണ്. ഈ മുൻഷി എന്ത് കൊലക്കെയാണ് പഠിപ്പിച്ചതെന്നറിയില്ല, പക്ഷേ സത്യസന്ധതയും മാന്യതയൊന്നും പഠിപ്പിച്ചിട്ടില്ല, പറ്റിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതും സ്വന്തം സഹോദരങ്ങളെ പറ്റിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് പരസ്പര ഒരു സ്നേഹം ഒരു സാധനമൊന്നും ഇവർക്ക് ശരിക്കില്ല. ശരിക്കും ഇയാളെ പേടിച്ചിട്ട് ഇങ്ങനെ അയാളനുസരിച്ച് നടക്കുന്നതുകൊണ്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. 3ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫുകളോട് യാതൊരുവിധ റെസ്പെക്റ്റും വാല്യൂ ഇല്ല. ഇവരെ തരം കിട്ടുമ്പോഴൊക്കെ ഇൻസൾട്ട്, ഷെയിം ഇതൊക്കെ ചെയ്യും. ഇവരെ അവസാനം വെർബൽ ഫിസിക്കൽ അബ്യൂസ് വരെ ചെയ്തിട്ടാണ് ഇവർ മഹാന്മാരായിട്ട് നടക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം വൈഫ് പറയുകയാണ് എനിക്കൊരു മിക്സി വേണം, അല്ലെങ്കിൽ എനിക്കൊക്കെ ഇടയ്ക്ക് പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ പറയുകയാണ്, നീ എന്നാൽ ഒരു സാരി, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക, ഒരൊറ്റ കുട്ടി, ബാക്കി 2 പോട്ടെ, ഈ 3ാമത്തെ കാര്യം ഇവളാണോ തീരുമാനിച്ചേ, ഇവനും കൂടിയല്ലേ ചെയ്തേ. എന്നിട്ട് ഇവൻ പറയാണ് ഇമാതിരി ഉളുപ്പില്ലാത്ത ഡയലോഗ്. വേറൊരു ഏട്ടൻ ഒരു സമയത്ത് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വൈഫിനോട് പറയാണ്, പട്ടിയെ പൂച്ചയെ പോലെയൊക്കെ പെറ്റിട്ട് 5 എണ്ണത്തിന്. ഇവന് ഉളുപ്പുണ്ടോ ഇത് പറയാൻ? പക്ഷെ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാനുള്ള ആ ഉളുപ്പിൻ്റെ സാധനം ഇങ്ങേർക്കില്ല. ഇതിൽ ആർക്കും ഇല്ല കേട്ടോ.
ഈ മക്കൾക്കാർക്കും ഇല്ല, മക്കൾക്കില്ല, അച്ഛനും ഇല്ല, അത് വേറെ കാര്യം. ഇവർ ഇങ്ങനെയൊക്കെ ഇവർക്ക് ക്വാളിറ്റീസ് ഉണ്ട്. പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇവരെ ഷെയിം ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ലെവല് പറയുന്നത്, ഷെയിമിങ് അല്ല, ഇവർ ആക്ച്വലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ലെവലിലാണ് ഇവരുടെ ക്വാളിറ്റീസ് പോകുന്നത്. അതായത് ഫിസിക്കലായിട്ടും വേർബലായിട്ടും ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ അതിൽ മൂന്നാമത്തെ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടേ ഞാൻ നിന്നെ കേട്ടി. അച്ഛൻ പറയുന്നതിന് അപ്പുറത്ത് പോകാനും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും കെൽപ്പില്ലാത്ത ഇവൻ്റെ കഴിവ് കേട് ഇവളെ അബ്യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് ഇവൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി പറയുന്നത്. നാലാമത്തെ മോൻ എന്താണെന്ന് വെച്ചാൽ പഠിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പുറത്തെ വീട്ടിൽ കാമുകി ഇങ്ങനെ ലൈനിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രശ്നമൊക്കെ നടക്കുകയാണ്. പ്രശ്നം നടക്കുന്ന സമയത്ത് ഇവൻ ആരോടും റെസ്പെക്റ്റ് ഇല്ല, വാല്യൂ ഇല്ല, ഇവൻ എല്ലാവരോടും ആണ്, ഒരു വിലയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഇവർക്കൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിരിക്കുക, പിന്നെ ആ പ്രശ്നം വരുമ്പോൾ അതിൽ വേണമെങ്കിൽ എണ്ണ കോരി ഒഴിക്കുക. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഈ ഒളിച്ചോടുകയാണ്. ഈ പഠിക്കുന്ന ചെക്കൻ എന്തിനാണ് ഒളിച്ചോടാൻ പോയെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ ആ പെണ്ണിനൊരു കല്യാണം വീട്ടുകാർ തീരുമാനിക്കുകയോ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് പോയിട്ട് ഒളിച്ചോടുകയാണ് രണ്ടും കൂടി. ഇടത്തേക്ക് ഒളിച്ചോടുന്നത് അപ്പുറത്തെ വീട്ടിലെ യമുന റാണീൻ്റെ വീട്ടിലേക്ക്. ഈ യമുന റാണി ആ വീട്ടിൽ പേഴ്സണൽ ഇഷ്യൂസായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടിരിക്കുന്ന സമയത്ത് പറയും, ഞങ്ങളെയും കൊണ്ടുപോവുക. അവരുടെ ഷൂട്ട് വരെ കഴിഞ്ഞിട്ടില്ല, ഞങ്ങളെയും കൊണ്ടുപോകണം, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പോയി പറയുകയാണ്, ഞങ്ങൾ രക്ഷിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലൊന്നും ആർക്കും, അവിടെ വീട്ടിലാർക്കും പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചാൽ പോരെ, എന്തിനാണ് ഒളിച്ചോടുന്നത്? അവരെന്തിനാണ് ആ സമയത്ത് ഒളിച്ചോടുന്നത് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ബട്ട് അവർ ചെയ്യും. ആ ജാതി സെൽഫിഷ് ആയിട്ടുള്ള ഒരു ബോധമില്ലാത്ത സാധനമാണ് നാലാമത്തെ മോൻ എന്ന് പറയുന്നത്, മുൻഷിയുടെ. ഈ സൈക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഏജാതി സൈക്കോ ആണ് ഇയാളെന്ന് പറയാൻ പറ്റില്ല. ഇയാൾ ഒരു ഗാന്ധിയനാണെന്ന് പറയുന്നത്, അതായത് അസൽ ഗാന്ധിയൻ. അപ്പം അസൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് കുടുംബമൊക്കെ ആയി, അവരെന്നിട്ട് ഈ വീട്ടിൽ തന്നെ താമസമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇയാളോട് ചോദിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഇയാൾ പറയും, നിങ്ങളിപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ടല്ലേ, വളരെ മധുരത്തിൽ പോയിട്ട് അയാൾ പറയാം കേട്ടോ. അതായത് ഇവർ കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞത് പോലെ ചെയ്യണം. എന്നിട്ട് പറയും, ഞാൻ നിങ്ങൾ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നൊക്കെ പറയും. എന്നിട്ടൊരു ദിവസം ഈ മക്കൾ അച്ഛനോട് ചോദിക്കാതെ അച്ഛനെ അഗെയിൻസ്റ്റായിട്ട് ആ വീട് മോടി പിടിപ്പിക്കാൻ പോയി. മോടി പിടിപ്പിക്കൽ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് 98 ഇറങ്ങിയ മൂവിയാണ്. 98 ഇതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ബേസിക് മിനിമമായിട്ടുള്ള നമുക്ക് കാര്യങ്ങളാണ്. മിക്സി വാങ്ങാം, ഫ്രിഡ്ജ് വാങ്ങാം ഒക്കെ പറ്റും. കാരണം എന്താണ്, ഇവർ ജോയിൻറ്റ് ഫാമിലിയിലാണ്. അവർ 3 പേർക്ക് ഓരോ ഫാമിലിയായിട്ട് സെപ്പറേറ്റ് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചിലവൊന്നും വരുന്നില്ല ഇതൊന്നും ഉണ്ടാക്കുന്ന സമയത്ത്. ബേസിക്കലി ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇതൊന്നും ഇയാൾ സമ്മതിച്ചില്ല. അങ്ങനെ ഇയാൾ ആ വീട്ടിൽ ഇതൊന്നും അലൗ ചെയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം ഇവരതൊക്കെ കൂടി ആക്രാന്തത്തിൽ വാങ്ങുകയാണ്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതിനാരും ഉത്തരവാദി? ലൈക്ക് ആ വീട് നിങ്ങൾ കാണണം, അല്ല കണ്ടിട്ടുണ്ടെങ്കിൽ കാണണം. ഐ മീൻ ഇത്രയും ആൾക്കാർ താമസിക്കുന്ന വീടാണ്. ആ വീടിൻ്റെ അവസ്ഥ പറഞ്ഞാൽ എന്തൊരു ദയനീയമാണ്. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കുറച്ചൊരു ഒരു വൃത്തിയും ഇതൊക്കെ വേണ്ടേ? അതുപോലും അലൗ ചെയ്യാത്തൊരു മനുഷ്യനാണ് ഇയാൾ. എന്നിട്ട് ഇവർ ലാസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് ഇവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ സ്വന്തം മക്കളെക്കുറിച്ച് ഊമക്കത്ത് എഴുതിയിട്ട് അവിഹിത കഥ എഴുതിയിട്ട് ഭാര്യമാർക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇതൊന്നുമല്ല പ്രശ്നം, ഭാര്യമാർക്ക് അയച്ചൊന്നുമല്ല കൊടുക്കുന്നത്, ആ വീട്ടിലുള്ള മക്കളെ കൊണ്ട് ഈ കത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് ആ കുഞ്ഞു കുട്ടികളെ കൂടി ഇമാതിരി ഊളത്തരത്തിൽ ഇൻവോൾവ് ചെയ്യുക. ഇയാൾ എന്ത് ചെയ്യണം? എന്നിട്ട് ഇയാൾ പാട്ട് പാടുകയാണ്, പെണ്ണിൻ്റെ വാക്ക് കേട്ടാൽ പാതാളാണെന്ന്. ആ മൊത്തം പ്രശ്നം വീട്ടിൽ പെണ്ണുങ്ങളുടെ കരച്ചിൽ, ഈ കെട്ടിയവന്മാരുടെ ടെൻഷൻ, ഇവന്മാർ കള്ളുപിടിച്ച് നടക്കുക, ഇവന്മാർക്കൊന്നും തിരിയാതിരിക്കുക, പ്രശ്നം അവിടെ മൊത്തം പട്ടിണി, എന്തൊക്കെയാണ് പറയുക, ആ ലെവലിൽ അടിപിടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇയാൾ പറയുകയാണ് ഇതൊക്കെ ഇവരുടെ ആക്രാന്തം കൊണ്ടാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയാൾ ക്ലൈമാക്സിലെത്തുമ്പോൾ പറയുകയാണ്, ഞാൻ ഈ കടമൊക്കെ തീർത്തു. ഇയാൾ അടുത്ത വീട്ടിൽ ഇയാളുടെ പെങ്ങൾക്ക് സ്ത്രീധനായിട്ട് ഇയാൾ ഒരു വീട്, ഇവരുടെ വീട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കടമൊക്കെ ഇയാൾ തീർക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മര്യാദക്ക് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പിള്ളേർ വാങ്ങുമ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇയാൾക്ക് വല്ല പ്രശ്നമുണ്ട്. സപ്പോർട്ടും ചെയ്യേണ്ട, പോട്ടെ. ഇല്ലാത്ത പ്രശ്നം കുത്തി ഉണ്ടാക്കിയിട്ട് ഇയാൾ പറയുകയാണ് കുടുംബം നശിപ്പിക്കുന്നതൊക്കെ സ്ത്രീകളാണ്. ഇയാൾ എന്ത് ചെയ്യണം? പക്ഷേ എന്താ പ്രശ്നം അറിയോ? ഇതിൽ വൈഫുകൾ അവസാനം അയ്യോ അച്ഛനാണോ കത്ത് എഴുതിയേ, അപ്പോൾ ശരിക്കും പ്രശ്നമൊന്നും ഇല്ല അല്ലേ, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അങ്ങനെ വിഹിതമൊന്നും ഇല്ല അല്ലേ, എന്ന് വെച്ചാൽ ആശ്വാസം പെടുന്നു. അതായത് ഇങ്ങനെ ചെയ്ത ആളെ എന്ന് വിളിച്ച് ആട്ടിയിട്ട് ഇറക്കേണ്ട സമയത്ത് ഇവരുടെ ആശ്വാസ എക്സ്പ്രഷനൊക്കെ കാണാം. ആ ലെവലിൽ മണ്ടന്മാരാണ് ഈ പെണ്ണുങ്ങൾ ഇതിലുള്ളത്. ഇത് മക്കളോട് പറയും. പിന്നെ മക്കൾക്ക് പിന്നെ ഇയാളുടെ ബുദ്ധിയും ഇവരും അതിൽ കുറഞ്ഞിട്ടല്ലേ ഉള്ളൂ. മക്കൾ ആദ്യം വെച്ചാൽ കൈൻഡ് ഓഫ് എക്സ്പ്രഷനാണ് ഇവരിടുന്നത്. അടിച്ച് 2 തിയറി വിളിക്കേണ്ട മനുഷ്യനാണ് ഇയാൾ.
ഇത്രയും അതായത് ഈ പുറത്തൊന്നും പോകാത്ത ഈ സ്ത്രീകൾ അപ്പോൾ ഈ ഒരു സിനിമ നടി അതായത് ഒരു നായിക വന്നിട്ട് നമ്മൾ അടുത്ത വീട്ടിൽ ഷൂട്ട് ഒരു മാസത്തേക്കുള്ള ഒരു ഷൂട്ടാണ്. ആ ഷൂട്ടിന് അവർ വരുമ്പോൾ അവർ നമ്മളടുത്ത് കുറച്ച് ഫ്രണ്ട്ലി ആവുന്നു. അവർ ഷൂട്ടിനൊക്കെ നമ്മളെ കൂട്ടണു, അവരുടെ ഒരു ട്രിപ്പിനൊക്കെ നമ്മളെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആരായാലും പോകുന്ന ഒരു ആ ട്രിപ്പ് കഴിഞ്ഞ് എവറിത്തിങ് ഈസ് ബാക്ക് ടു നോർമൽ. അത് സഹിക്കാൻ പറ്റാതെ ഇവരെന്തൊക്കെയോ വാങ്ങുന്നു, ഇവർ ഡ്രസ്സ് മാറ്റുന്നു, ഇവർ പല രീതിയിൽ നടക്കുന്നതൊന്നും സഹിക്കാതെ ഈ സൈക്കോ തന്ത ഊമക്കത്തെഴുതുക, അവിഹിത കഥ ഉണ്ടാക്കുക, എന്നിട്ട് പറയുക നിങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്ന്. ഒളിഞ്ഞുനോട്ടം ഒളിഞ്ഞുനോട്ടം അവരുടെ സ്വകാര്യ ലൈഫിൽ ഒരു സംശയരോഗവും ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ഒരു കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുക എന്ന് ഈ തന്തപ്പടി ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഈ തന്തപ്പടി ശരിയാണെന്നും പറഞ്ഞിട്ടാണ് ഈ തന്തപ്പടി പറയാണ് ഞാനാണിങ്ങനെ അപവാദ പ്രചരണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടെ പറയാണ്. എന്നിട്ട് അയാൾ ശരിയാണെന്ന് പറഞ്ഞ് അണ്ടർലൈൻ ഇട്ടിട്ട് അയാൾ നിങ്ങൾ പോയാലും നിങ്ങളുടെ മക്കളെ ഞാൻ വിടില്ല, ഇവരുടെ മക്കളെ ഇയാളുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്, അത് ഞാൻ ഇനി ഇവരെയും നശിപ്പിക്കും, എൻ്റെ മക്കളെയോ ഞാൻ നശിപ്പിച്ചു, എൻ്റെ മക്കളുടെ കുടുംബം ഞാൻ പൊട്ടിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മക്കളുടെ മക്കളെയും ഞാൻ നശിപ്പിക്കും. ഇയാൾ വിദ്യാഭ്യാസം കൊടുത്ത് ആ പിള്ളേരെന്താവും. പക്ഷേ ഇനി അയാളുടെ മക്കളുടെ മക്കളും ആ റൂട്ടിൽ തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ നിഷ്കളങ്കത എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ അതുണ്ടെങ്കിൽ അത് യമുന റാണിയാണ്. ബിക്കോസ് ഈ സ്ത്രീകൾ അവരുടെ വീട്ടിൽ പോകുന്നുണ്ട്, ലൈക്ക് ഫസ്റ്റ് ടൈം വീട്ടിൽ പോകുന്നത് മുതൽ ഇവർ തിരിച്ച് ആ വീട്ടിൽ പോകുമ്പോഴും ഇവരുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ലൈക്ക് നുണ പറച്ചിലും പൊങ്ങച്ചവും പിന്നെ ലൈക്ക് എല്ലാ മണ്ടത്തരങ്ങളും മാനേഴ്സും എല്ലാം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതെന്തൊരു മനുഷ്യന്മാരാ വെറുതെ ആളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കളിക്കുന്നു. അല്ലെങ്കിൽ കാരണം പിള്ളേരെ പിള്ളേരെ പൂട്ടിയിടുന്നത്, പിന്നെ മുടി വെപ്പ്, അതുപോലെ ഈ ആനന്ദവല്ലി ഹസ്ബൻഡിന് ജോലി പറയുന്നതും ഒക്കെ എല്ലാം അവരുടെ ഇൻസെക്യൂരിറ്റിയിൽ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണ പറച്ചിലും ഒക്കെയാണ്. എന്നിട്ട് ഇവരുടെ വീട്ടിലതില്ല, പിന്നെ എന്തൊക്കെ അല്പത്തരം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചതിന് യമുന റാണി പറയാണ് എന്തൊരു നിഷ്കളങ്കരാണ് അവരെന്ന്. ഇങ്ങനെ പറയുന്ന ഇവരല്ലേ ഏറ്റവും നിഷ്കളങ്കർ. അതായത് ഇത്രയധികം സെൽഫിഷും ദുഷ്ടത്തരമൊക്കെയുള്ള മനുഷ്യന്മാരെ നിഷ്കളങ്കർ പറയുന്ന ആളല്ലേ ശരിക്കും നമ്മൾ പറയുമ്പോൾ എന്താ പറയുക നിഷ്കളങ്ക. സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ അച്ഛൻ ഊമക്കത്ത് എഴുതിയത് ഇവർക്കറിയില്ല, പക്ഷേ സഹോദരന്മാരിങ്ങനെ പരസ്പരം പാര പണിയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ പറയുന്ന യമുന റാണിയെ കുറിച്ചാണ്. അതായത് യമുന റാണി അവരെ കിസ് ചെയ്തു, യമുന റാണി അവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. സോ ബേസിക്കലി അതൊരു മാന നഷ്ടം അല്ലെങ്കിൽ ക്യാരക്ടർ അസാസിനേഷൻ, സ്ലട്ട് ഷെയ്മിങ് ഒക്കെയാണ്. ഈ ഭാര്യമാർ അവിടെ പോയിട്ട് വളരെ ഓപ്പണായിട്ട് യമുന റാണിയുടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊക്കെയുണ്ട്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ശരിക്കും ദേഷ്യം വരണം. ഇവർ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടൊക്കെ സമയത്ത് ഇവർ പറയുകയാണ്, ഇവർ ഭർത്താക്കന്മാർ അവർ നിഷ്കളങ്കരായതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. ഒരുമാതിരി അതായത് നമുക്ക് ദേഷ്യം വരേണ്ട സമയത്ത് ഇതിൽ ക്ലൈമാക്സിൽ ഇമാതിരി മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് കോർട്ടിൽ കയറ്റേണ്ട ടീംസിനോട് ഈ പാവം യമുന റാണി ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നിട്ട് ഡ്രിങ്ക് എന്ന് പറയുന്ന കണക്കത്തെ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. അമ്മാതിരി നിഷ്കളങ്കയാണ് ഇതിൽ യമുന റാണി മാത്രമാണ് ഇതിൽ നിഷ്കളങ്ക. സോ അതാണ് ഈ കഥയെക്കുറിച്ച് പറയാനുള്ളത്, ഈ സിനിമയെക്കുറിച്ച്. കാരണം ഈ സിനിമയെക്കുറിച്ച് എപ്പോൾ പറയുമ്പോൾ ഈ മുൻഷിയുടെ കളി കാണുമ്പോൾ എനിക്ക് അടിച്ച് പല്ല് പൊളിക്കാൻ തോന്നാറുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. ആ മക്കൾ 3 പേരും 3 വീടുണ്ടാക്കിയിട്ട് 3 താമസമാക്കിയിട്ട് ഇയാൾക്ക് ഈ പരിപാടി വല്ലതും ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ഇയാളുടെ കളി എന്തായിരുന്നു? നാണം ഇല്ലാതെ ഇമാതിരി കളിയും കളിച്ചിട്ട് ഇയാൾ വലിയ ഗാന്ധിയൻ, ഇയാൾ വലിയ മാന്യൻ, ഇയാൾ വലിയ പഴഞ്ചൊല്ല്. ഇതിലാകെയുള്ള മതത്തിൽ പോയില്ല. ഇതിലാകെ മറ്റേ നല്ലതായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ മുൻഷിയും പിന്നെ കുറേ പഴഞ്ചൊല്ലുമാണ്, പിന്നെ ആ ബുദ്ധിയില്ലാതെ യമുന റാണിയും. സോ ചിരിച്ചു, ഇനി ചിരിക്കാൻ വയ്യ. ആൻഡ് ഇതിൽ ഇമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ മുൻഷിയെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ അത് ആലോചിക്കണം. അയാളിങ്ങനെ നന്നാക്കാൻ പോയതല്ലേ, ഇങ്ങനെയൊക്കെ ഊമൊക്കെ ചെയ്ത് നന്നാക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ അയൽവാസി, നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അയൽവാസി ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ അവരത് വരെ ഇപ്പം പാരൻസിനൊക്കെ കേട്ടിരുന്നിട്ടുണ്ടാവുമായിരിക്കും. പെട്ടെന്ന് അവർക്ക് ബുദ്ധി വന്നു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടോ എന്തോ ആയിക്കോട്ടെ അവർ ഇൻഫ്ലുവൻസ്ഡ് ആയെന്ന് തോന്നട്ടെ. അപ്പം ആ വീട്ടിലെ പാരൻസ് പോയിട്ട് നിങ്ങളെയും അവരുടെ മക്കളെയും ചേർത്ത് അവിഹിതം ഉണ്ടാക്കിയിട്ടൊരു വാട്സപ്പ് മെസ്സേജ് അനോണിമസ് ആയിട്ട് അയച്ചാൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും? അയാൾ അവരുടെ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുമോ? ഇല്ലല്ലോ, ഞാനും വിചാരിക്കില്ല, ആരും വിചാരിക്കാൻ സാധ്യതയില്ല. അമ്മാതിരി ഉളത്തരാണ് ഇതിൽ മുൻഷി ചെയ്തത്. നാട്ടുകാരെ ചേർത്തിട്ട് അവിഹിതം ഉണ്ടാക്കാൻ ഇയാൾക്ക് ആരും റൈറ്റ്സ് കൊടുത്തിട്ടില്ല. ആ ജാതി ഊളയാണ് ഇയാൾ. എന്നിട്ട് ലാസ്റ്റ് അയാൾ പറയും യമുന റാണി നിങ്ങളെ കണ്ട് പഠിക്കാൻ ഞാൻ പറയാം. അതെ, ഇയാൾ എന്ത് തണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞാലും കൈകൂപ്പി നിൽക്കുമല്ലോ, മക്കളെ ഡെക്കെങ്കിലും മനസ്സിലാക്കില്ലാതെ കാണിക്കുന്നുണ്ട്. യമുന റാണി അതുപോലും കാണിക്കുന്നില്ല. യു ഗോട്ട് ദ പോയിന്റ്. യാ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഫിലിം കിട്ടുമ്പോൾ വരാം.
അല്ല ഇനി ഏതെങ്കിലും കുറ്റം പറയാനുള്ള കാരണങ്ങൾ കിട്ടുമ്പോൾ ഡെഫിനറ്റായിട്ടും വരും. അതുവരേക്കും ടാറ്റ ബൈ ബൈ.